day 3 in Hanoi. Today we are off to Ninh Binh. Ninh Binh is almost 2 hours from Hanoi. ഞങ്ങൾ ഏർലി മോർണിംഗ് തന്നെ ഹനോയ് സിറ്റിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് 2 മേജർ സ്പോട്ട്സ് കവർ ചെയ്യാനുണ്ടായിരുന്നു. ഫസ്റ്റ് പോയത് ഹുവാലു. ഹുവാലു ഇസ് ദ ഏൻഷ്യൻ ക്യാപിറ്റൽ ഓഫ് വിയറ്റ്നാം. ഹനോയ് ആണ് ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് വിയറ്റ്നാം. ഹുവാലുവിൽ ഒരു 500 സ്റ്റെപ്സിൻ്റെ ഹൈക്കിംഗ് സ്പോട്ട് ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ കുറച്ചധികം കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ആ സ്റ്റെപ്സ് ഒന്ന് കയറി തീർത്തത്. ആദ്യം ഞങ്ങൾ സ്റ്റെപ്സൊക്കെ ഒന്ന് എണ്ണി, പിന്നെ സ്റ്റെപ്സ് എണ്ണാനുള്ള ജീവൻ കൂടി ഇല്ലായിരുന്നു. ഒരു വിധത്തിൽ ഞങ്ങൾ അതിൻ്റെ മുകളിലെത്തി. പക്ഷേ എത്തിയപ്പോൾ ഒരു അമ്പലം സെറ്റപ്പായിരുന്നു അതിൻ്റെ മുകളിലുണ്ടായിരുന്നത്. പക്ഷേ അവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ലായിരുന്നു. അവിടുന്ന് താഴെ ഇറങ്ങി പിന്നെ ഞങ്ങൾ അവിടെ കുറേ രാജാക്കന്മാരുടെ പഴയ താമസിച്ച സ്ഥലങ്ങളും അതും ഇതൊക്കെ ഒന്ന് കണ്ട് പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് സ്പോട്ടിലേക്കാണ് പോയത്, വിച്ച് വാസ് ട്രാങ് ആൻഡ് ബോട്ടിംഗ് ഇൻ നിൻബിൻ. അവിടെ ഈ കാണുന്ന ഈ ബാംബു ബോട്ട്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. കൂടുതലും പെണ്ണുങ്ങളാണ് കേട്ടോ ഈ ബോട്ടുകളൊക്കെ തുഴയുന്നത്. അതൊരു ഭയങ്കര ഒരു സർപ്രൈസിങ് കാഴ്ചയായിരുന്നു. ബിക്കോസ് അവർ രാവിലെ ഒരു 10 മണിയാകുമ്പോൾ തുടങ്ങുന്നതാണ് ഈ സ്പോട്ട്. എന്നിട്ട് ഈവനിങ് ഒരു 5:36 വരെയാണ് ഈ സ്പോട്ട് ഓപ്പൺ ആയിട്ടുള്ളത്. നമുക്ക് നമ്മുടെ അവർ ഓഫ് ബോട്ടിംഗ് നമുക്ക് സെലക്ട് ചെയ്യാം. ഞങ്ങൾ 1 hourൻ്റെ ബോട്ടിംഗ് ആണ് എടുത്തത്. ഇത് പോകുമ്പോൾ നമ്മൾ ഓരോ ഇവരുടെ ഡെസ്റ്റിനേഷൻസ് ഉണ്ട്, ലുക്ക് ഔട്ട് പോയിൻറ്റ്സ് പോലത്തെ. അങ്ങനത്തെ നമ്മളെ ഒരു 3-4 ഡെസ്റ്റിനേഷൻസിൽ നമ്മളവർ ഇറക്കുകയും ചെയ്യും. എന്നിട്ട് നമുക്കൊരു 5 to 10 minutes തരും ആ സ്പോട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് തിരിച്ച് ബോട്ടിൽ വരാം. അങ്ങനെ വൺ ഓഫ് ദ സ്പോട്ടിൽ ഈ ഒരു അമ്പലം ഉണ്ടായിരുന്നു. ജയ്ക്ക് ഒരു 1.5 പ്രാർത്ഥന. ഞങ്ങൾ ഭയങ്കര ചിരിച്ചു പോയത് കണ്ടിട്ട്. അവസാനത്തെ അവൻ്റെ ഒരു കുരിശുവരയുണ്ട്, ക്ലാസ്. ആസ് ഓൾവേസ് ഞങ്ങൾ കുറേ ഫോട്ടോസും റീൽസും എല്ലാം എടുത്തു. തിരിച്ചുള്ള ബോട്ടിൽ ഞങ്ങളും തുഴഞ്ഞു കേട്ടോ. പിന്നെ ഈ ലൊക്കേഷനിലൊക്കെയാണ് നമ്മുടെ കിങ് കോങ്ങിൻ്റെ മൂവി സീൻസിൻ്റെ കുറച്ച് സീക്വൻസസ് ഒക്കെ എടുത്തിട്ടുള്ളത്. അയ്യോ, ദിസ് ബോട്ടിംഗ് വാസ് വൺ ഓഫ് എ കൈൻഡ്. ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ചെറിയൊരു കാറ്റും അപ്പോഴേക്ക് വെയിലും ഇല്ലായിരുന്നു. അതുകൊണ്ട് പിള്ളേരും നന്നായിട്ട് എൻജോയ് ചെയ്തു. ഒട്ടും ക്രാങ്കിയൊന്നും അല്ലായിരുന്നു. തിരിച്ച് ഞങ്ങളുടെ എക്സിറ്റ് പോയിൻറ്റിൽ ഒരു അടിപൊളി വ്യൂവിൽ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരു ലൊക്കേഷനും ഉണ്ടായിരുന്നു. ഞങ്ങളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തു. ഞങ്ങൾ ഒത്തിരി ഫോട്ടോസ് എടുത്തു. അവിടെ കുറേ ലാൻറ്റേൺസ് ഉണ്ടായിരുന്നു. വിയറ്റ്നാമിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടതാണ് ഈ ടൈപ്പ് ലാൻറ്റേൺസ്. എൻ്റെ അമ്മ, ഇത് ഭയങ്കര ഒരു സ്പോട്ടായിരുന്നു. ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്ത് ഈ സ്ഥലം ഞങ്ങൾ മുതലാക്കി. ടുഡേ വാസ് എ ലാസ്റ്റ് ഡേ ഇൻ ഹനോയ്. രാത്രി ഞങ്ങൾ ലേഡീസ് ഒരു മസാജിന് പോയി ആ ദിവസത്തെ ക്ഷീണം തീർത്തു. ടുമോറോ വി ആർ ഓഫ് ടു ഹാലോങ് ബേ. ക്രൂസ് വെയിറ്റിംഗ്.